ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ തൊലി സാധാരണ കളയലാണല്ലോ. അത് കളയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അച്ചാർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ബിരിയാണിക്ക് നെയ്ച്ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നാരങ്ങ നമ്മൾ പിഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു ജാറിലാക്കിയിട്ട് വെക്കണം. ആ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കല്ലുപ്പ് കുറച്ച് അങ്ങോട്ട് വാരി ഇട്ടാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഓരോ ദിവസത്തേതും അതിലേക്കാക്കിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല നാരങ്ങ നല്ല പോലെ അരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നാരങ്ങയുടെ കയ്പ്പൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ആക്കി വെക്കുക. ഓരോ ദിവസത്തേതും ഇങ്ങനെ ജാറിലിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഈ കൊറോണൻ്റെ ഈ സമയമായതുകൊണ്ട് എന്നും നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ട് എന്നും തൊലി കളയാറാവും. അപ്പോൾ അതങ്ങനെ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല, ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി. ഞാനിവിടെ അരിഞ്ഞെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നങ്ങോട്ട് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് നല്ലെണ്ണയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്യാട്ടോ. ഞാനിവിടെ ഓയിലാണ് ചെയ്യുന്നത്. സാധാരണ അച്ചാർ എണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ ദിവസമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ എണ്ണയിൽ തന്നെ ചെയ്യട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിലിൽ ചെയ്താൽ മതി. ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വരണം. നന്നായിട്ട് തന്നെ മൂത്ത് വരണം കേട്ടോ. ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിപ്പോൾ ആ ഒരു 500 ml ജാറിലുള്ള ആ ഒരു നാരങ്ങയാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള അളവുകളാണ് കേട്ടോ ബാക്കി പറയുന്നതൊക്കെ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ. പച്ചമുളകും നമ്മൾ അച്ചാർ പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് തന്നെ എരിവ് ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചാറായാലും കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പാകത്തിനുള്ള എരിവും പുളിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ചാറാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചില അച്ചാറാണ് ഒരുപാട് അങ്ങോട്ട് എരിവൊക്കെ, അപ്പോൾ അതാകുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അച്ചാറായത് കാരണം തന്നെ നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഉപ്പുവെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷമുള്ള ഒരു നാരങ്ങയുടെ തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പുവെള്ളമൊക്കെ മുഴുവനായിട്ട് തന്നെ ഒഴിവാക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ഉപ്പായി പോവും. അതുകൊണ്ട് ഉപ്പുവെള്ളമൊക്കെ മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ട് ആ നാരങ്ങൻ്റെ തൊലി മാത്രം നമ്മളിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ബൗൾ നിറയെ ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഉണക്കമുന്തിരിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. അപ്പോൾ ഇത് പുളിയും മധുരമൊക്കെ ഉള്ള നല്ലൊരു അച്ചാറാണ് കേട്ടോ. ചെറുതായിട്ടൊരു മധുരവും ഉണ്ടാവും, നല്ല പുളിയും എരിവും ഒക്കെ ഉള്ള നല്ലൊരു അച്ചാറാണ്. അതാണ് ഞാൻ പറഞ്ഞത് ബിരിയാണിക്ക് നെയ്ച്ചോറിനൊക്കെയാണ് നല്ലൊരു കോമ്പിനേഷൻ. സാധാ ചോറിലേക്ക് അങ്ങനെ മധുര അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെയാണ്. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ മധുര അച്ചാറൊക്കെ ബിരിയാണിക്കൊക്കെയാണ് നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് ചേർക്കുന്നത്. ഈ അച്ചാർ പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു കെമിക്കലൊന്നും ചേരാതെ തന്നെ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള അച്ചാർ പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അച്ചാർ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. മസാലപ്പൊടി ചേർക്കുന്ന സമയത്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ കരിയും. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അച്ചാർപ്പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് എരിവൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അളവിലേക്ക് പാകത്തിനുള്ളതാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ കൂടണമെന്നുണ്ടെങ്കിൽ അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുക. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. സാധാരണ പച്ചവെള്ളം എടുത്തിട്ട് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോവും. അപ്പോൾ നേരത്തെ തിളപ്പിച്ച് വെച്ചാൽ മതി കുറച്ച് വെള്ളം. ആ വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നാരങ്ങയുടെ കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നാരങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചുകൊണ്ട് തന്നെ ഉപ്പൊക്കെ പിടിച്ചിട്ട് കയ്പ്പൊക്കെ പോയിട്ടുണ്ടാവും. സാധാരണ പച്ചനാരങ്ങ ചെയ്യുമ്പോൾ നമ്മൾ വാട്ടിയിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്, അതിൻ്റെ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അച്ചാർ റെഡിയാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, നാരങ്ങയൊക്കെ ഉപ്പ് പിടിച്ചിരിക്കുകയാണ്. എന്നാലും വിനാഗിരിയൊക്കെ ചേർക്കുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഗ്രേവിക്ക് അത്യാവശ്യത്തിന് ഉപ്പ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല അച്ചാറിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അച്ചാർ പൊടി ചേർക്കുന്ന സമയത്ത് തന്നെ അച്ചാറിൻ്റെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇനി ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒരുപാട് ഒഴിക്കരുത് കേട്ടോ. പാകത്തിന് നിങ്ങൾ പുളിപ്പ് നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. ഒന്നിച്ചങ്ങോട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പുളി കൂടിപ്പോവും. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ പുളിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാമല്ലോ. കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കുറഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിന് മുമ്പ് പപ്പായ അച്ചാർ കാണിച്ചിട്ടുണ്ട്, അതുപോലെ മാങ്ങ അച്ചാറൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കുക. അപ്പോൾ പപ്പായ അച്ചാറൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന അച്ചാറാണ്. അപ്പോൾ ഒരുപാട് ദിവസം ഇങ്ങനെ കേടുകൂടാതിരിക്കുക എന്നൊക്കെ ഉള്ളൊരു ടിപ്പൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ നിറയെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് മധുരവും ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ നമ്മൾ എല്ലാം കൂടെ മുന്തിരിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി പ്രത്യേകിച്ച് ഇതിലേക്കൊന്നും ചേർക്കാനില്ല, കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ കായം വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാർ പൊടിയിൽ കായപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മൾ കായത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലാസ്റ്റ് ഒന്ന് നമ്മൾ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നാലും നമുക്ക് അച്ചാറിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തീയൊന്ന് നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് പഞ്ചസാരയും കായപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ തണുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ജാറിലാക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി. ഒരുപാട് ദിവസം നിങ്ങൾക്ക് അച്ചാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നനഞ്ഞ സ്പൂണൊന്നും തൊടിയിക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് പൂപ്പൽ വരിക. ഇനി നിങ്ങൾ കുറച്ച് മുകളിൽ ഓയിൽ ഒഴിച്ചിട്ടാണ് ബോട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൂപ്പലൊന്നും വരില്ല കേട്ടോ. നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ നാരങ്ങ തൊണ്ട് കളയുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു ജാറിൽ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വെച്ചാൽ മതി. ഒരു ബുദ്ധിമുട്ടില്ല, അതിനായിട്ട് ഒരു ജാറ് വെച്ചാൽ മതി. നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു തൊലി അതിലേക്ക് ഇട്ടിട്ടൊന്നുണ്ട് അടിച്ച് വെച്ചാൽ മതി. കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് വാരിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വെറുതെ നമ്മൾ ഒഴിവാക്കുകയല്ലേ, അത് നമുക്ക് എങ്ങനെയൊക്കെ ഉപകാരപ്പെടാം എന്നുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. സാധാരണ നമ്മൾ നാരങ്ങ അച്ചാർ കഴിക്കുന്ന ആ ഒരു തന്നെയാണ്. നാരങ്ങയുടെ തൊലിയാണെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല അങ്ങനെയൊന്നും വിചാരിക്കരുത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.